നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു. ഇന്ന് നബിദിനവും ഓണവും അധ്യാപക ദിനവും വളരെ വിപുലമായിട്ട് ജനങ്ങൾ ആഘോഷിക്കുകയാണ്. ബഹുമാന്യേ, ഓണത്തെക്കുറിച്ചും ദിനത്തെക്കുറിച്ചും നിങ്ങൾക്ക് നേരത്തെ അറിയാം. നബിദിനത്തെക്കുറിച്ചും അറിയാം. ഈ നബിദിനത്തെക്കുറിച്ചും പ്രവാചനെക്കുറിച്ചും രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിൽ കിടക്കാം. വിശക്കുന്നവൻ പട്ടിണി കിടക്കുമ്പോൾ, അയൽവക്കം പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നത് എൻ്റെ സമുദായത്തിൽപ്പെട്ടതല്ല എന്നും, അധ്വാനിക്കുന്നത് വിയർപ്പ് കണങ്ങൽ വറ്റുന്നതിന് മുമ്പ് കൂലി അഥവാ പ്രതിഫലം കൊടുക്കണമെന്നും, മറ്റാളെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്നത് പോലും പാവമാണെന്ന് പറയുന്ന ഒരു തത്വ സംഹിതയും ശാസ്ത്രീയ വിഷയത്തിനെയും ആദർശത്തിനെയും ആൾരൂപമായിരുന്നു പ്രവാചകൻ. ആ പ്രവാചകനെ പറ്റി പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അനുകരിക്കുന്നതും അനുവർത്തിക്കുന്നതും നല്ലതാണെന്ന് പറയട്ടെ. ഒറ്റ ഉദാഹരണം, കേരളത്തിൽ ക്രിസ്തുമസിനും ഇപ്പോൾ ഓണത്തിനും 1000 കോടി രൂപ മദ്യമാണ് വിറ്റുപോകുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ പക്ഷേ 5 ഇരട്ടിയായിട്ട് കൂടിയതാണ് വാർത്ത. ഈ ഓണത്തിന് മദ്യവിൽപ്പന 252,900 കോടി, 1000 കോടി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ മുസ്ലിങ്ങൾ ആഘോഷിക്കുന്ന ചില ആഘോഷങ്ങളുണ്ടല്ലോ, ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, നബിദിനം, അങ്ങനെയുള്ളതൊക്കെ. ഈ ദിവസങ്ങളിലെല്ലാം സാധാരണ വിൽക്കുന്നതിൽ കവിഞ്ഞൊരു 10,000 രൂപയുടെയെങ്കിലും കൂടുതൽ വിൽപ്പന ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്കിൽ അറിയാം. അതിൻ്റെ പ്രധാന കാരണം മുസ്ലിം സമുദായത്തിൻ്റെ മദ്രസകളിൽ കിട്ടുന്ന പഠനത്തിൻ്റെ കൂടി ഫലമാണ്. ആ മദ്രസ പഠനമാണ് ഭൂമി ലോകത്ത് കുഴപ്പമുണ്ടാക്കുന്നത് ഒരു വിഭാഗം കുബുദ്ധികൾ പറയുമ്പോൾ അവരുടെ ചിന്താഗതിക്കാണ് തകരാറ്, അല്ല മദ്രസ പഠനത്തിനല്ല. മറ്റൊന്നുകൂടി പറഞ്ഞ് ആ വിഷയം നിർത്താം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എടുത്താൽ എത്രയോ അഗതി വയോ അല്ലെങ്കിൽ വൃദ്ധജന സാധനങ്ങളുണ്ട്. ട്രിവാൻഡ്രം ജില്ലയിൽ, കൊല്ലം ജില്ലയിൽ, എറണാകുളം, തൃശ്ശൂർ എന്നിവിടാവില്ല. പക്ഷെ മലപ്പുറത്ത് അധികം മുസ്ലിം താമസം മലപ്പുറം ജില്ലയിൽ ഒരൊറ്റ ഈ വൃദ്ധസദനം ഇല്ല. മറ്റേതെങ്കിലും വൃദ്ധസദനങ്ങളിൽ ആയിരക്കണക്കിന് മനുഷ്യരിൽ മുസ്ലിങ്ങളായ അച്ഛനും അമ്മയും വളരെ കുറവുള്ളൂ, വേരിലുണ്ടാവുന്നത്. അതും ഒരു മദ്രസ പഠനത്തിൻ്റെ ഫലമാണ്. പണ്ട് വയനാട്ടിൽ കേന്ദ്ര പ്രവർത്തിക്കുന്ന ഒരു പാതിരി അദ്ദേഹം പറഞ്ഞു, എനിക്ക് മുസ്ലിം സമുദായത്തെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളുകയാണ്. കാരണം നമ്മുടെ അയൽവക്കത്തുള്ള സ്ഥലങ്ങളിലെല്ലാം വൃദ്ധസ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് അമ്മമാരും അച്ഛന്മാരും അന്വേഷിക്കുക ആളില്ലാതെ കഷ്ടപ്പെടുമ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും അച്ഛനെയോ അമ്മേനെയോ എത്ര ദുഷ്ടനായ മക്കളാണെങ്കിലും എത്ര ദരിദ്രരായ മക്കളാണെങ്കിലും അവർ കൊണ്ടുപോയി നടതള്ളുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതൊക്കെ അനുഗ്രഹമല്ലേ? അതുകൊണ്ട് ഇസ്ലാം മതമല്ല ലോകത്ത് കുഴപ്പം, മുസ്ലിങ്ങളല്ല കുഴപ്പം. പക്ഷെ ചില നാമധാരികൾ ചെയ്യുന്ന വൃത്തികേടുകൾ, തെറ്റുകൾ അതിപ്പോൾ എല്ലാ സമുദായത്തിലുണ്ട്. അതിന് മുസ്ലിം സമുദായം മൊത്തത്തിൽ ബാധകമല്ല, അക്കാര്യം പറയാം. മറ്റൊന്ന്, ഈ ക്രിസ്തീയ സഭയുടെ ചിലർ നടത്തുന്ന ചില ചാനലുകളുണ്ട്. അതിൽ ഇന്നൊരു അച്ഛൻ പറയുന്നു, പിന്നെ ക്രിസ്തീയ സമുദായം ഇന്ത്യയിൽ, കേരളത്തിലല്ലേ ഉള്ളൂ, വംശം നിന്ന് പോകുന്നു വളരെ കുറച്ച് ജനസംഖ്യ. പക്ഷെ അതൊക്കെ അങ്ങനെ സംഭവിക്കുമ്പോഴും അച്ഛൻ്റെയൊക്കെ ചിന്താഗതിയും പറഞ്ഞു വരുന്ന മുസ്ലിങ്ങൾ വർദ്ധിക്കുന്നതും ക്രിസ്ത്യൻ സമുദായം കുറയുന്നതും അത് മുസ്ലിം സമുദായമാണ് ഉത്തരവാദി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിൽ ദേശീയ വ്യാപകമായിട്ട് ഉണ്ടെങ്കിൽ കേരളത്തിൽ വളരെയധികം ശക്തമായി മുന്നോട്ട് ഒരു പ്രസ്ഥാനമുണ്ട്, മുസ്ലിം ജമാഅത്ത് കൗൺസിൽ. അതിന് ഉത്തരവാദിത്തപ്പെട്ടിരുന്ന ഒരു ഭാരവാഹി കൂടിയാണ് ഞങ്ങൾ നടത്തിയ ഒരു സർവേയിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് വെള്ളിയാഴ്ച നമസ്കാരമുള്ള ജുമാ മസ്ജിദ്, അതിൽ പേര് കൊടുക്കാത്ത ഒരൊറ്റ മുസ്ലിമും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായി അവൻ അംഗീകാരം ഉണ്ടാവില്ല. പിന്നെ അലഞ്ഞ് നടക്കുന്ന ചിലർ അപൂർവം ചിലർ തെരുവിലുണ്ടാവും, അതവിടെ മാറ്റി നിർത്തിയാണ്.
അപ്പോൾ എണ്ണം കൂടുള്ളൂ, കുറയില്ല. അങ്ങനെ വരുമ്പോഴും കേരളത്തിൽ എത്ര മുസ്ലിം പോപ്പുലേഷൻ ഉണ്ടെന്നും 2-ലധികം കുട്ടികളുള്ള ഫാമിലി എണ്ണം നോക്കുമ്പോൾ വളരെ നിങ്ങൾ പറയുന്ന യാഥാർത്ഥ്യം ഒരു ബന്ധമില്ല. 2-ലധികം കുട്ടികളുള്ള കുടുംബങ്ങളുടെ എണ്ണം വളരെ ചെറുത്, 1% പോലും ഇല്ല. 10% ഇല്ല, 1% പോലും ഇല്ല. എന്നാൽ 100 കുടുംബം എടുത്താൽ ഒരു കുടുംബത്തിൽ പോലും 2 കുട്ടികൾ കൂടുതൽ കാലമില്ല. ഇത് 1970 ശേഷമുള്ള കാര്യം വന്നു, അല്ലെങ്കിൽ 2000 ശേഷമുള്ള കാര്യമായിട്ട് വന്നത്, അതിന് മുമ്പുള്ളതല്ല. അപ്പം മാറ്റം വന്നിട്ടുണ്ട്. അതിന് കാരണം മദ്രസ പഠനവും സാമൂഹ്യ പരിഷ്കരണവും വിദ്യാഭ്യാസവും എല്ലാം കാണും, പല പല ഘടകങ്ങളുണ്ട്. പക്ഷെ അവരൊരു കാര്യം ചെയ്യുന്നുണ്ട്. 18 വയസ്സ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഏതൊരു പെൺകുട്ടിയും വിവാഹപ്രായമായി വിവാഹം കഴിക്കാം. അതനുസരിച്ച് പരമാവധി അവർ 18 വയസ്സ് കഴിയുമ്പോൾ തന്നെ വിവാഹം കഴിക്കുന്നുണ്ട്. വിവാഹം കഴിച്ചാൽ ഏതാണ്ട് ഉടനെ തന്നെ 2 കുട്ടികളെ അവർ സൃഷ്ടിക്കുന്നുണ്ട്. 2 കുട്ടികൾ വിട്ട് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്താണ് പല രീതിയിലും. പക്ഷേ ക്രിസ്ത്യൻ സമുദായം ഒരു പ്രസവിക്കാൻ തയ്യാറില്ല, കല്യാണം കഴിക്കാൻ തയ്യാറില്ല. അതോ 40 വയസ്സ് 30 കല്യാണം ഒന്ന് കഴിച്ച് അപ്പോൾ 38 വയസ്സാകും. കാരണം ഒരു പുരുഷൻ വിവാഹം കഴിക്കാൻ വൈകിയ ഒരു പെണ്ണും വൈകുമല്ലോ. അത് കഴിഞ്ഞ് ഒരു പ്രസവം കഴിഞ്ഞാൽ പിന്നെ അവരുടെ സുഖസൗകര്യത്തിനും അവരുടെ ഒരു ഉറച്ച ജീവിത മാർഗത്തിനും വേണ്ടി പിന്നെ പ്രസവിക്കില്ല. അത് ആരോട് കുറ്റാതി? മുസ്ലിം സമുദായമാണോ അല്ലെ ഹിന്ദു സമുദായമാണോ? നിങ്ങൾ തന്നെയല്ലേ. മറ്റ് 2-3 ഘടകങ്ങളിൽ പറയാം. ഒന്ന്, ഏതെണ്ണം അച്ഛനായിട്ടും നേഴ്സായിട്ടും പോകുന്നതായിട്ട് 10% ജനങ്ങൾ വരും കേരളത്തിൽ, ക്രിസ്ത്യൻ സമുദായത്തിൽ ഏതാണ്ട് 10% വരും. ഈ 10% ജനസംഖ്യയിൽ 10% അവർ പ്രസവിക്കുന്നില്ല ഔദ്യോഗികമായിട്ട്. ഇല്ലീഗലായിട്ട് നമുക്കറിയില്ല, അതിൽ പല പ്രസവിക്കുന്നു, അത് വേറെ കാര്യം. ഔദ്യോഗികമായിട്ട് പ്രസവിക്കുന്നുള്ള സന്താനമില്ല. അതൊരു ഘടകമല്ലേ. മറ്റ് ഏതാണ്ട് ഒരു 20% വിദേശങ്ങളിൽ ആ പാർക്കാണ്, വിദേശത്ത് കുടിയിരിക്കുകയാണ്. ഇതെല്ലാം കൊണ്ടാണ് വംശം കുറയുന്നത്. അവർ വർത്തമാനം പറഞ്ഞു കേട്ടാൽ ഇതൊക്കെ മുസ്ലിങ്ങളാണ് കാരണക്കാരെന്നാണ്. മുസ്ലിം സമുദായവും ക്രിസ്ത്യൻ സമുദായവും വർദ്ധന ഓർമ്മ തമ്മിൽ എന്ത് ബന്ധം? കടലും കടലാടി പോലില്ലേ. ഇതൊക്കെ തുറന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞ് തെറ്റിദ്ധാരണ മാറ്റാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? അയ്യോ, ക്രിസ്ത്യൻ സമുദായത്തെക്കുറിച്ച് നമ്മൾ മിണ്ടാൻ പാടില്ല, അവർ നമ്മുടെ സമുദായമാണ്. കാര്യം പറയുന്നതോട്ടോ, മുഖം നോക്കാതെ കാര്യം പറയണം. അതാണ് കഴിവ്. ന്യായം പറഞ്ഞാൽ എന്തിനോ നിയമം നോക്കുന്നത്. ഇപ്പോൾ ഒരു കേസ് വന്നാൽ എനിക്ക് വേണ്ടി ഞാൻ തന്നെ വാദിക്കുള്ളൂ. എന്താ കാരണം? ഞാൻ സത്യമേ പറയൂ. സത്യം പറയുന്ന ആൾക്ക് വക്കീലിന് ആവശ്യം എന്തിന്? കളവ് പറയുന്നവർക്ക് വക്കീലിന് ആവശ്യമുണ്ടോ? കാരണം കളവ് പറയാൻ വിദഗ്ധർ വക്കീലന്മാരല്ലാതെ സാധാരണക്കാരല്ല. അപ്പോൾ സാധാരണക്കാർ അവരെ ഏൽപ്പിച്ച് ഫീസ് കൊടുക്കുക, അവരില്ലാത്ത തുണയൊക്കെ പറഞ്ഞ് കേസ് വിജയിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ആവശ്യമില്ല. 2 കാലം ഏകദേശം ചില നിയമവശങ്ങളൊക്കെ അറിയാം, മറ്റത് അത്യാവശ്യം സംസാരിക്കാൻ വലിയ ദൈവാനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ ഒരു ഇല്ലീഗൽ പ്രവൃത്തി പോകുന്നുമില്ല. ഇതെല്ലാം കൊണ്ടാണ്. അതുപോലെ സത്യം നിങ്ങൾ തന്നെ മടിക്കുന്നത്. നിങ്ങൾ പറയണം. മുസ്ലിം സമുദായത്തെ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും കാര്യങ്ങൾ സമുദായത്തിന് കൂടി പറയണം. സമുദായത്തെ കാര്യം പറഞ്ഞ് ഞാൻ ഒറ്റപ്പെട്ടു എന്ന് വെച്ച് പറയില്ല. അവർ വളിച്ച രാഷ്ട്രീയം മാത്രമേ പറയുള്ളൂ. സമുദായത്തിൽ എന്ത് നടന്നോട്ടെ, എന്ത് അക്കം നടന്നോട്ടെ ഒന്നും പ്രതികരിക്കില്ല, മിണ്ടിയില്ല. ഇപ്പോൾ ഒരു ഷാഫി പറമ്പിലുണ്ടല്ലോ, ഇവിടെ ക്രിസ്തീയ നേതാക്കൾ സഭാ മന്ദിരങ്ങളിൽ നിന്ന് മാറുന്നില്ല. ഹിന്ദു നേതാക്കൾ അങ്ങനെ എല്ലാ അമ്പലങ്ങളിലും അല്ലെങ്കിൽ അതായിട്ട് അത്ര ബന്ധമൊന്നുമില്ല. ക്രിസ്ത്യൻ സഭയോട് കൂടുതൽ നേതാക്കൾക്ക് സഭയായിട്ട് ബന്ധമുണ്ട് അവർ. ഈ ഷാഫി പറമ്പിൽ ഏത് സമുദായ സംഘടനയായിട്ട് ബന്ധം, ഏത് നേതാവായിട്ട് ബന്ധം? അത് തെറ്റാന്ന് പറയുന്നില്ല. അപ്പം അതുമാത്രമാണ്. സമുദായത്തിന് ആളായിട്ട് നിയമിച്ച ഒരാൾ സമുദായത്തെ കാര്യം പറയുമ്പോൾ ചിന്തിക്കില്ല, അകന്ന് മാറിപ്പോവുകയാണെങ്കിൽ അതൊരു സമുദായത്തിൻ്റെ നേതാവ് എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടെ കുറേ അനുഭാവികളുണ്ട്, മുസ്ലിങ്ങൾ എല്ലാത്തരും ഉണ്ട്. നല്ല കാര്യം, ഓക്കെ. ദേശീയ മുസ്ലിമാണ്, അങ്ങനെയൊക്കെയാണല്ലോ ദേശീയ മുസ്ലിം പര്യായം. ഓക്കെ. അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്താലും കുറ്റം ഈ സമുദായത്തെ പേരിലാണ്. അതെന്താണ് അങ്ങനെ പറയുന്നത്? ന്യായമായിട്ട് പറയണ്ടേ? ഇപ്പം ഞാൻ സഖാവ് പിണറായി വിജയനോട് ഒരു റിക്വസ്റ്റ് ഉപദേശമാണ്. സോറി, നെറ്റ് പ്രോബ്ലമാണ്. തെറ്റായ ഉപദേശമല്ല. മിസ്റ്റർ പിണറായി സഖാവേ,
നിങ്ങൾ അറിയാം ഏക്കയുടെ ഭരണമില്ല. ആ ഭരണത്തിൽ പോകാൻ പ്രധാന കാരണം കൊല്ലത്തുള്ള കിള്ളിയിൽ ഒരു മുസ്ലിം കോളനിയിൽ ചെന്ന് പാതിരാക്കി ബൂട്ട്സിട്ട പോലീസായിരുന്നു ബഹളം ഉണ്ടാക്കി തവിട് പൊടിയാക്കി. അതുകൊണ്ടുകൂടിയാണ് അന്തോണി മനസ്സിലായത്. അല്ലാതെ ചാരതീരം പോലുള്ള കുഴപ്പം വേറെ ഉണ്ട്, അതൊരു ഘടകമാണ്. അപ്പോൾ കേരളത്തിൽ ഈ അടുത്ത കാലത്തായി പോലീസ് സ്റ്റേഷനിൽ വെറുതെ ചെല്ലുന്നവരും റോഡിലേക്ക് പിടിച്ചുകൊണ്ടിട്ട് തല്ലാണ്. ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾക്ക് കേസിൽ റിസർച്ച് വിഭാഗങ്ങളിൽ ഇപ്പോൾ 2 ഓഫീസറിലവിടെ കോടാനുകോടി പൊടിക്ക്. നിങ്ങളൊന്ന് സ്റ്റഡി, ഞങ്ങൾ സ്റ്റഡി ചെയ്ത റിപ്പോർട്ട് നിങ്ങളോട് പറയാം, വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ. പോലീസിൽ സംഘ് അനുകൂലികളും സംഘ് പ്രവർത്തകരല്ല ഒരു നല്ലൊരു പറ്റം ഉണ്ട്. പണ്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത കാലത്ത് RS അനുഭാവികൾ പോലീസിലുണ്ട്, ഇപ്പോൾ പ്രത്യേകിച്ചുണ്ട്. അവർ രഹസ്യമായിട്ടോ ചെറിയ പരസ്യമായിട്ടോ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കയറുമ്പോൾ അടുത്ത പ്രാവശ്യം കയറിക്കഴിഞ്ഞാൽ കോൺഗ്രസ് UDF തകരും, അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് തകരും. അപ്പോൾ ഞങ്ങൾക്ക് വരാമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായത്. പക്ഷെ അത് തെറ്റാണ് തെളിയിച്ചു കഴിഞ്ഞു. കാരണം അറിയോ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഏറ്റവും ദൂഷ്യം BJPക്ക്. കാരണം ഹിന്ദു പ്രസ്ഥാനത്തിൽ വളച്ചുകൊണ്ടുപോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, അത്രയും കോൺഗ്രസ് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കി BJP നേതൃത്വം അമിതമായി കൊടുത്ത പ്രോത്സാഹനം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഇല്ല. അപ്പോൾ വേണമെങ്കിൽ നിർബന്ധമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വേണമെന്ന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോൾ കുറേ നാളെ 4-5 മാസമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഈ സംഘ് പരിവാർ ഇല്ല. അവരുടെ അപകടം മനസ്സിലാക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരാതെ CPM പോലുള്ള ഹിന്ദു പാർട്ടി, ഒന്ന് ഹിന്ദു പാർട്ടിയാണെങ്കിൽ മറ്റേ ഹിന്ദുത്വ പാർട്ടിയാണ്. അപ്പോൾ ഹിന്ദു പാർട്ടി തകരാതെ ഹിന്ദുത്വ പാർട്ടി വളർത്താൻ പറ്റില്ല എന്ന് അവർ നേരത്തെ മനസ്സിലാക്കി. അതെന്ന് വെച്ചാൽ മുന്നോട്ട് പോയി കോൺഗ്രസ് രഹസ്യമായിട്ട് സപ്പോർട്ട് ചെയ്തതും കമ്മ്യൂണിസ്റ്റ് എതിർത്തിരുന്നു. പക്ഷേ ഈ മോഡി വന്നതിന് ശേഷം പിണറായി സഖാവ് തമ്മിൽ ചെറിയ രഹസ്യ ബന്ധം വെച്ച് കേരളത്തിൽ ചെറിയ ബന്ധമുണ്ടായിട്ട് ആ സംഘപരിവാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളുകൊണ്ടും അനുകൂലം ഉണ്ടായത് മറിച്ച് അങ്ങോട്ടും സേവനം കൊടുത്തിരുന്നു ഭരണമില്ലെങ്കിലും. ഇന്നിപ്പോൾ അത് മനസ്സിലാക്കി. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ഏതാണ്ട് 5-6 മാസമായിട്ട് കേരളത്തിൻ്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഗുണ്ടായുസവും വൃത്തികേട് കാണിക്കുന്ന പോലീസ്. അതിൻ്റെ ഫലം ഞാൻ കടലിൽ തിരയുണ്ടായാൽ കരയിൽ അവസാനിക്കുന്നതിൽ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് പിണറായി സഖാവ് നിങ്ങളുടെ ഗവൺമെൻറ്റാണ്, നിങ്ങളുടെ പാർട്ടിയാണ്. പറ്റുക അന്വേഷിച്ചോ. ആഭ്യന്തരമന്ത്രിയായി രമേശ് ഇരുന്നപ്പോഴേ ഷാഹിൽ നിന്ന് കുറേ സംഘുകാരെ കയറ്റി പോലീസിലെന്നു. ആ സംഘകാരാണ് ചില രീതിയിലൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പിണറായി സഖാവ് വന്നപ്പോൾ കുറച്ചുകൂടി ആധികാരികമായിട്ട് ഒരു കേന്ദ്ര ഭരണമൊക്കെ സ്വാധീനം ഉപയോഗിച്ച് സംഖ്യകൾ കയറ്റി മാത്രം ഉള്ളിൽ തന്നെ പല സംഖ്യകളാക്കി എടുക്കുകയും ചെയ്ത്. ആ ഒരു പ്രശ്നമുണ്ട് സഖാവേ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അതൊരു വശം. ഇന്നലെ നമ്മളൊരു കാര്യം പറഞ്ഞു, അതിനെക്കുറിച്ച് എന്തുമാത്രം ചോദ്യങ്ങളും എന്തുമാത്രം അഭിപ്രായങ്ങളും സംശയങ്ങളാണ് വരുന്നത്. മുസ്ലിം ലീഗിൻ്റെ പേര് മാറ്റി കുഞ്ഞാക്കാനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുൻനിർത്തി പ്രവർത്തിച്ചാൽ മാത്രമേ UDF ഇത്തവണ അധികാരത്തിൽ കയറാൻ പറ്റുള്ളൂ എന്ന് വാക്ക് പറഞ്ഞു. അതിൽ 1-2 ഉപചോദ്യങ്ങൾ ഉത്തരം ഞാൻ പറയാം. ഒന്ന്, കണ്ടില്ലേ ബാംഗ്ലൂർ ബീഹാറിൽ സംഭവം ഉണ്ടായല്ലോ, കോൺഗ്രസിൻ്റെ സമാപന സമ്മേളനം ഇലക്ഷൻ വോട്ടിനെ കുറിച്ച്. അത് ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ വെച്ച് ബാക്കി എല്ലാ പാർട്ടി ആൾക്കാരും ഒറ്റക്ക് തെറ്റുകൊണ്ടേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആൾ വരെ ഉണ്ടായത്. എന്താണ് മുസ്ലിം ലീഗിന് ആര് വരാതെന്ന് ചേർക്കാത്? അവർ ക്ഷണിച്ചില്ല പോലുമില്ല. കാരണം വടക്ക് ഇന്ത്യയിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയാൽ അത് ക്ഷീണമാകുന്ന കോൺഗ്രസിനും അറിയാം, SP-ക്ക് അറിയാം, RJDക്ക് അറിയാം. അതുകൊണ്ടുകൂടിയാണ് 8% പോലും ഇല്ലാത്ത യാദവ സമൂഹം ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും വർഷങ്ങളായിട്ട് മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുന്നു. UP, ബീഹാർ പോലുള്ളത്. അയാളുടെ 20% വരുന്ന ദളിതുകളുടെ ഒരു പ്രാമുഖ്യമുള്ള ബഹുജൻ സമാജ് പാർട്ടി 4 പ്രാവശ്യം UP മുഖ്യമന്ത്രിയായി. UP മുഖ്യമന്ത്രി സമം ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നാണ് പര്യായം. പക്ഷേ 20% വരുന്ന മുസ്ലിങ്ങളുള്ള ഇന്ത്യയിൽ, 3 ജനസംഖ്യ ന്യൂനപക്ഷമുള്ള ഇന്ത്യയിൽ, നിങ്ങൾ 77 വർഷമായിട്ടില്ല മുസ്ലിം ലീഗ് തുടങ്ങിയിട്ട്. എന്തേ നിങ്ങൾക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റാത്തത്? എന്തേ നിങ്ങൾക്ക് ഒരു കേരളത്തിലെ മലപ്പുറം കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പറ്റാത്തത്? നിങ്ങൾ പഠിക്കുന്നുണ്ടോ, പരീക്ഷ നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ റിസർച്ച് വിങ്ങുണ്ടോ?
റിസർച്ച് വിങ് നിങ്ങൾക്ക് ഉണ്ടായതെങ്കിൽ പാവം മൊയ്തീൻ ഷായി ഗ്രൂപ്പ് പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ആധികാരികമായിട്ടും ശാസ്ത്രീയമായിട്ടും ഫിലോസഫിക്കലും മനഃശാസ്ത്രപരമായിട്ടും പഠിക്കുമായിരുന്നു, തെറ്റ് തിരുത്തുമായിരുന്നു. നിങ്ങൾക്ക് ആ റിസർച്ച് വിങ് ഇല്ല. ഞാൻ നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോവാണ്. നിങ്ങൾ രണ്ടാം പോകാനായിട്ട് പോവാണ്. അതാ മുസ്ലിം എന്ന പേര് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഞാൻ പറയും, ഇന്ന് കേരളത്തിൽ പിണറായി സഖാവിന് മാറ്റി നിർത്തിയാൽ ഇത്രയും സീനിയോറിറ്റിയിൽ ഒരു നേതാവ് കേരളത്തിൽ വേണ്ടോ? കുഞ്ഞാലിക്കുട്ടിയെ പോലെ അല്ലത്. ഇവിടെ മാണി സാർ പോയില്ലേ പുതിയ നിങ്ങൾ ഇന്നലെ വരെ സതീശന്റെ പുറകിൽ പോയി നിൽക്കലടോ. സതീഷിനും കുഞ്ഞാലിക്കും തമ്മിൽ രാഷ്ട്രീയപരമായിട്ട് എത്ര വർഷത്തെ വ്യത്യാസമുണ്ട് സീനിയോറിറ്റി നോക്കിയാൽ. സതീഷ് എന്താണ് പാർട്ടിയിൽ സ്വാധീനമുള്ളത്? ഞാൻ അതിൻ്റെ കണക്കാൻ്റെ പാറ്റേൺ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് പേര് മാറ്റി കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ മുസ്ലിം മുഖ്യമന്ത്രിയായിട്ട് കാണിച്ച് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ആ വോട്ടിംഗ് പാറ്റേൺ. ഇത് നിങ്ങൾക്ക് എതിർക്കാമെങ്കിൽ എതിർത്തോ, നമ്മൾ നേരിട്ട് സംസാരിക്കാം, ഒരു സംശയത്തില്ല. വോട്ടിൻ്റെ പാറ്റേൺ നോക്കൂ, അതാണ് വിഷയം. അപ്പോൾ എന്നോട് ചോദിച്ച സംശയമുള്ളവർക്കെല്ലാം മനസ്സിലാവും. ഇത് കേരളത്തിലെ ജനസംഖ്യയുടെ കണക്കിന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ആൾക്കാർക്ക് മനസ്സിലാകുന്ന വീണ്ടും പറയുന്നത്. ഇവിടെ ഈഴവ സമുദായം ഇവിടെ 23%. 23% ഈഴവരുള്ള കേരളത്തിൽ അതിൽ 80% വരെയും കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ വരെയും LDFിലായിരുന്നു. ഇനി 2026 ഇലക്ഷൻ വന്നാൽ അതിൽ 90% ഇത്രയും ഒരു സമുദായത്തെ പരസ്യമായിട്ട് വ്യക്തമായിട്ട് ആക്ഷേപിച്ചിട്ടും വലിയ പ്രസ്താവന നടത്തിയിട്ടും ഈ പിണറായി സഖാവ് വെള്ളാപ്പള്ളിയെ കയ്യിൽ കൊണ്ടെടുക്കാൻ ഉള്ളെങ്കിൽ കൊണ്ടെടുക്കല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒക്ടോബർ ലാസ്റ്റ് കേസ് തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞ ഇരിക്കുമ്പോൾ അദ്ദേഹം ആ കേസ് അന്വേഷിച്ച് ഉദ്യോഗസ്ഥൻ മാറ്റിയേക്കാണ്. അറിയാമല്ലോ പോലുള്ള എന്താന്ന്. അപ്പോൾ ഏതാണ്ട് 90% വോട്ട് ഈഴവ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വോട്ട് LDFിന് തന്നെയായിരിക്കും. ഒരു സംശയമുണ്ടെങ്കിൽ വന്ന് നമുക്ക് നേരിട്ട് സംസാരിക്കാം, കണക്കുകൾ ഉദ്ധരിക്കാം. ബാക്കി 10%. ഈ 10%ൽ 5% UDFിന് കിട്ടും എന്ന് പറഞ്ഞാൽ ആകെ ഉള്ളത് 23 ഈഴവൻ്റെ രേഖ. 100 ആളുണ്ടെങ്കിൽ 23, ഇത് 4-1. അപ്പോൾ 5% 4-1 എന്ന് 1.25. പക്ഷേ 25 ഇല്ലാത്തതുകൊണ്ട് 1%. നിങ്ങൾ മനസ്സിലാവുന്ന കണക്കുന്നത്. ആകെയുള്ള 23% നമുക്ക് 4-1 കണക്ക് പ്രത്യേകത. 4-1 ഉണ്ടെങ്കിൽ എത്ര വരും? 5ൻ്റെ 4-1 1.25. ആ 1.25 4 ഇല്ലാത്ത ഒരു വോട്ട്. അതവിടെ 100 ഈഴവൻ വന്ന് വോട്ട് ചെയ്യുമ്പോൾ അടൂർ പ്രകാശൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം പറയാം. നിങ്ങൾ മുഖ്യമന്ത്രി നടക്കുന്നല്ലോ. 100 ഈഴവൻ വന്ന് വോട്ട് ചെയ്താൽ ഒരു വോട്ടാണ് UDFിന് കിട്ടുന്നത്. VM സുധീര, മുല്ലപ്പള്ളി രാമേന്ദ്ര, പിന്നെ മറ്റേ കോൺഗ്രസിൻ്റെ സുധാകരൻ മനസ്സിലാക്കണം. നിങ്ങൾക്ക് വലിയ വന്നിട്ടുണ്ട് ഞാനാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് മറ്റേ പറഞ്ഞല്ലോ. വോട്ടിംഗ് പാറ്റേൺ നോക്കണം. 100 ഈഴവൻ വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടാണ് UDFിന് കിട്ടുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനിയും പറഞ്ഞുതരാം തെറ്റിദ്ധാരണ നടത്താൻ വേണ്ടി. ഇനി അടുത്തത് നായർ വിഭാഗം 19% 18% ഉണ്ടെന്നൊക്കെ എന്നുള്ള ഒരു ആൾ ഞങ്ങൾ സംസാരിക്കുക. അത് തെറ്റാണ്. 12% ആയത്, അത് കുറഞ്ഞു ഇപ്പോൾ 9% ആയത് ലേറ്റസ്റ്റ് കണക്ക്. കാരണം സംഘപരിവാർ ഈ കണക്കെല്ലാം എടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്, അവർ കണക്കറിയാം, ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഒരു ഇതിൽ. അപ്പോൾ 9% 10 പിടിക്കണോ. 10% എന്ന് പറഞ്ഞാൽ അതിൽ 50% കൂടുതലും കഴിഞ്ഞ ഇലക്ഷൻ വരെയും സംഘപരിവാറാണ് നായർ വോട്ട്. ഇത്തവണ 75% വരും. മറ്റ് പല കാര്യങ്ങളും ഉണ്ട്. അതാണ് പരമാവധി വോട്ട് ഈഴവൻ്റെ വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയിക്കോട്ടെ, നായരുടെ വോട്ട് നമുക്ക് കിട്ടുന്നത്. ഈഴവനൊക്കെ മാറ്റി നായർ തന്നെ ആക്കിയല്ലോ, ODC നായരാക്കി, അത് നശിച്ചുപോയില്ലേ പാർട്ടി. അപ്പോൾ 10% അല്ലെങ്കിൽ 9% 70% എത്ര വന്ന് 8 പേര് വരും. അതിൽ ബാക്കി കിട്ടുമ്പോൾ അതാ പറയുക 110 വോട്ട് നായർ വന്ന് വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടാണ് UDFിൽ കോൺഗ്രസ് കിട്ടുന്നത്. നിങ്ങൾ കണക്ക് ഉദ്ധരിക്കണം. കണക്കാണ്. 4-3-7 എവിടെ ചെന്നാലും. ഇപ്പം രാത്രിയാണെന്ന് പറഞ്ഞാൽ ശരിയല്ല, ചില സ്ഥലത്ത് പകലുണ്ട്. പക്ഷെ 4-3-7 ലോകത്തിനെല്ലാം ചന്ദ്രനിൽ പോയാലും 4-3-7 തന്നെയാണ്. കണക്കാണ് ലോകം നിയന്ത്രിക്കുക. കണക്ക് തെറ്റില്ല.
അപ്പോൾ 110 നായർ വന്ന് വോട്ട് ചെയ്താൽ ഒരു നായർ വോട്ട് UDF കിട്ടുന്നത്. ആ സ്ഥാനത്താണ് 7ഓളം നായർ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഷർട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഈ നെറ്റ് കമ്പനികളുടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർ കാര്യം മനസ്സിലാക്കണം, മുഖ്യമന്ത്രി സ്ഥാനം അവർക്ക് അങ്ങോട്ട് അവകാശപ്പെട്ടതല്ല, അവർക്ക് ആഗ്രഹിക്കാം, തെറ്റൊന്നുമില്ല. അപ്പോൾ 110 നായർ ഒന്ന് വോട്ട് ചെയ്യുമ്പോൾ ഒരു നായർ വോട്ടാണ് UDF കിട്ടുന്നത്, കോൺഗ്രസ് കിട്ടുന്നത്. ഇനി ദളിതാണുള്ളൂ. ദളിത് അറിയാലോ 10%. പുതിയ ലേറ്റസ്റ്റ് 12 ഇപ്പോൾ ലേറ്റസ്റ്റ് 10% ഉള്ളൂ. 10% 65% പേരും LDF അനുഭാവികളാണ്. ബാക്കി 30% ഉള്ളൂ. 10-ന് 30% 3.5 വോട്ട്. അതിൽ BJPക്ക് പോകും, കോൺഗ്രസ്. അപ്പോഴും ഏതാണ്ട് 100 ദളിത് വന്ന് വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടാണ് UDF കിട്ടുന്നത്, കോൺഗ്രസ് കിട്ടുന്നത്. ഇനി പ്രധാന വോട്ട് ബാങ്ക് എന്നുകൊണ്ട് ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾ 18% എന്ന് പറയുന്ന പക്ഷേ 15ആയി. അതിൽ 5-6% ദളിത് ക്രിസ്ത്യാനി, അവർ ഇതിൽ പെടുന്നില്ല. ബാക്കി കണക്ക് ഒപ്പിയപ്പോൾ 10% പിടിക്കാം. 10% പിടിച്ചാൽ അത് ഏതാണ്ട് 50% UDF ഇപ്പോഴും കിട്ടും. എന്ന് വെച്ചാൽ 100 ക്രിസ്ത്യാനി വോട്ട് ചെയ്താൽ 5 വോട്ട് കിട്ടും. ബാക്കി 3 വോട്ട് കമ്മ്യൂണിസ്റ്റ്, 2 വോട്ട് BJPക്ക് പോകും. വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് അതാണ്. മനസ്സിലായില്ലേ? ഇനി ധീവരന്മാർ, വിശ്വകർമ്മക്കാർ പോലെയുള്ള കുറേ ആൾക്കാരുണ്ട്, ഏതോ 2-3% താഴെ വരും. അവരെ തുല്യമായിട്ട് ഓരോ വോട്ട് വെച്ച് 3 പേർക്കും, BJPയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരു വോട്ട്. അപ്പോൾ ഓരോ വോട്ടാണ്. പിന്നെ എവിടുന്നാണ് ഈ വോട്ട് കിട്ടുന്നത്? ഇത്രയും കാലം നിങ്ങൾ എങ്ങനെ ഭരിച്ചത് വോട്ട് കിട്ടി? അവിടെയാണ് എൻ്റെ 4-1 പിന്നെ 3-1 കൂടുതൽ 35% കൂടുതൽ മുസ്ലിങ്ങളുടെ ഒരു വോട്ടിൽ കഴിഞ്ഞ 2 ടേം മുമ്പ് ഒരു 10% വോട്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിം കിട്ടിയത്. അത് കഴിഞ്ഞ് 2 ഇലക്ഷനിൽ അറബിക് സർവകലാശാല ഇട്ട് ഈ കോൺഗ്രസ് നേതാക്കളും കുഞ്ഞാക്കായി ഒരു ഉഴപ്പിയതിൻ്റെ പേരിൽ, കാരണം മലബാറിൽ നിന്ന് 10,000 മുസ്ലിങ്ങൾ വന്ന് സെക്രട്ടറിയുടെ മുമ്പിൽ 4 വർഷം സമരം നടത്തി. അറബിക് സർവകലാശാല തുടങ്ങാൻ മതി. ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ബഷീറും ഈ കുഞ്ഞാക്കയും കൂടെ കിടക്കുന്ന രാപ്പിനെ അറിയുള്ളൂ. ഞങ്ങളിപ്പോൾ ഈ സമുദായമായിട്ട് വളരെയധികം പേഴ്സണൽ ബന്ധങ്ങളുകൊണ്ടാണ് ഞങ്ങൾ അറിയുന്നത്. ഇന്നും മുസ്ലിങ്ങളുടെ നീരസമുണ്ട്. കാരണം 10,000 പേര് പോലും സംസാരിക്കാത്ത സംസ്കൃത ഭാഷയ്ക്ക് ഈ E.T. മുഹമ്മദ് ബഷീറും ഈ കുഞ്ഞാക്കായും മാണിയും കീണിയും കുഞ്ഞുഞ്ഞും ഒക്കെ തുടങ്ങി കാലിൽ നല്ല കാര്യം, അതിലൊരു തെറ്റുമില്ല. ഏത് ഭാഷ ആര് പഠിക്കുന്നല്ലാണ്. പക്ഷേ ലോകത്ത് 200 കോടിയോളം ആൾക്കാർ ഉപയോഗിക്കുന്ന ഭാഷയാണ് അറബി എന്നുണ്ട്. ഇന്ത്യയിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അങ്ങനൊരു ഭാഷയ്ക്ക് വേണ്ടി ഒരു സർവകലാശാല അനുവദിച്ചപ്പോഴേ ഈ കുഞ്ഞാക്കായും തങ്ങളും ബഷീർ തുടങ്ങിയില്ലെന്ന് മാത്രമല്ല, അതിന് പാരവച്ച് എതിർവെച്ച് അതിന് വ്യക്തമായ ഉത്തരം കോൺഗ്രസ് നേതാക്കളും കുഞ്ഞാക്കായും ബഷീറും തങ്ങളും പരസ്യമായിട്ട് മുസ്ലിം സമുദായത്തിന് മുൻപിൽ പറഞ്ഞില്ലെങ്കിൽ ഇപ്പോഴും അപകടത്തിലാണ് അവസ്ഥ. ആ വികാരം അവർക്ക് മാറിയിട്ടില്ല. അങ്ങനെ 2 ടേമിൽ ഒരു 2% വോട്ട് കൂടുതൽ കിട്ടി മുസ്ലിങ്ങളുടെ. അങ്ങനെ 12% കിട്ടി. അപ്പോഴാണ് ഈ 1000 വോട്ടിൽ ജയിച്ച 60ഓളം മണ്ഡലങ്ങളിൽ നേട്ടം ഉണ്ടായി. അങ്ങനെ 99-100 സീറ്റൊക്കെ ആയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പെട്ടെന്ന് വളർന്നിട്ടൊന്നുമില്ല, വികസിച്ചിട്ടുമില്ല. ആ പടയിൽ നിന്ന് അല്പം താഴെയിട്ടുള്ളൂ. പക്ഷെ അതിപ്പം മാറി. അപ്പോൾ ഇപ്പം മാറിയെന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം സംഘപരിവാറിനെ അറിഞ്ഞോ അറിയാതെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ മുസ്ലിം സമുദായത്തിൽ ഒരു വിഭാഗം അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതാണ്ട് നിരീശ്വരവാദികളായ, യുക്തിവാദികളായ, ദൃഢപ്രതിജ്ഞക്കാരായ ഒരു 3% മാത്രം മുസ്ലിം വോട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടുന്നത്. അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ, ബാക്കിയില്ല. ആ 3% കഴിഞ്ഞാൽ ബാക്കി 97%. 100 - 3 = 97. ഈ 97% എന്ന് പറഞ്ഞാൽ ഒരു 40% ഉള്ള ഏതാണ്ട് ആകെ വോട്ട് ചെയ്യുന്നതിൻ്റെ 36-37% വോട്ട് കിട്ടും. അതായത് 100 മുസ്ലിങ്ങൾ വന്ന്, അല്ലെങ്കിൽ ആകെ വോട്ടർമാരിൽ 100 മുസ്ലിങ്ങൾ വന്ന് വോട്ട് ചെയ്താൽ ഏതാണ്ട് അതിൽ 97% പേരും കോൺഗ്രസ് വോട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ ആകെ ജനസംഖ്യ എടുക്കാൻ അതിന് 36% വരും. അപ്പോൾ ഈ വോട്ട് ബാങ്ക് എടുക്കുന്ന അവിടെയാണ്. അപ്പോൾ അവിടെ ഉള്ളപ്പോൾ അതിൽ കിട്ടാവുന്ന പരമാവധി വോട്ട് മറ്റ് വിഭാഗങ്ങളിൽ നിന്നൊരു അല്ലറ ചില്ലറ കിട്ടിയാൽ 1/3 വോട്ട് വെച്ച് നോക്കുമ്പോൾ ഈസിയായിട്ട് മുസ്ലിങ്ങൾക്ക് കേരളത്തിൽ ഭരിക്കാം. അത് വെറുതെ വരുന്നില്ല. കാരണം BJP കൂടി വന്നപ്പോൾ തുല്യമായി, അല്ലെങ്കിൽ തുല്യമല്ല. ഒരു 80% വോട്ട് ചെയ്ത് 40% വോട്ട് കിട്ടണമെങ്കിൽ ഒരു കക്ഷി ജയിക്കുള്ളൂ. മോർ ദാൻ 40 ആണ്. ഇപ്പം എന്താണ്,
അത് വേണ്ട, കാരണം ഏതാണ്ട് 20% BJP പിടിക്കുന്നുണ്ടോ, ഇത്തവണ ഇപ്പോൾ കുറയെങ്കിലും. അപ്പോൾ ഏതാണ്ട് ആകെ പോൾ ഇന്ന് 80% കഴിക്കുക, അതിൽ 20 പോയാൽ ബാക്കി 60 30 അടുത്ത് വോട്ട് കിട്ടിയാൽ ആ കക്ഷിക്ക് വേണമെങ്കിൽ ചെറിയ ഭൂരിപക്ഷം ഭരിക്കാം. അപ്പോൾ ഇവിടെ 30% കൂടുതൽ അവർ തന്നെ വോട്ടുണ്ട്, പിന്നെ മറ്റൊരു ചിലപ്പോൾ ഈസിയായിട്ട് ഭരിക്കുക. അതാ പറയുന്നത്. ശാസ്ത്രീയമായിട്ട് വിലയിരുത്തി പറയുമ്പോൾ, അരിത്തമെറ്റിക്കൽ പറയുമ്പോൾ കുഞ്ഞാക്കായുടെ പാർട്ടിയും കുറച്ച് ശക്തമായിട്ട് അവർ യൂണിറ്റ് പ്രവർത്തിക്കുന്നില്ലെന്ന് പറയല്ലേ. ആ മുസ്ലിം എന്ന പേര് മാറ്റി ദേശീയ പേരിട്ട് മുന്നോട്ട് വന്ന് കുഞ്ഞാക്കായ മുന്നിൽ നിർത്തി കളിച്ചാൽ കേരളത്തിൽ UDF ഭരണം ഉറപ്പാണ്. ഇനി കുഞ്ഞാക്ക മുഖ്യമന്ത്രി ആയിരിക്കുക, മറ്റ് സമുദായങ്ങൾക്ക് ആര് മുഖ്യമന്ത്രിക്കുള്ള അനുകൂലം കിട്ടും. ഉദാഹരണമായി CH മുമ്പ് ഒരു വ്യാഴവട്ട ഒരു ചക്രം ഉണ്ടല്ലോ, നമ്മുടെ മണ്ഡലക്കാലാണ് നിന്നുള്ളൂ. അപ്പോഴേക്കും ഈ നന്ദി കെട്ട ആന്റണി താഴെ ഇട്ട് ആന്റണിയെ നഗ്നത മറക്കാൻ വേണ്ടി 2 ചിഹ്നം കിട്ടി പോയി പാർട്ടിയാക്കി. എന്നിട്ട് മുഖ്യമന്ത്രി ആയിപ്പോഴും പോയത് 99% മുസ്ലിങ്ങളിലെ തിരുവരങ്ങാടിയിലാണ് പോയത്. 99% മുസ്ലിം വേറെ ക്രിസ്ത്യാനി ഭൂരിപക്ഷ സ്ഥലത്ത് പോയെന്ന് കാര്യം തരുമല്ല. അങ്ങനെ അവിടുന്ന് ബഹുഭൂരിഷം ജയിപ്പിച്ച് വിട്ടിട്ട് ആന്റണി എന്ത് ചെയ്യുന്നറിയോ, നന്ദിയില്ലാത്തെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, അവിടുത്തെ വോട്ടർമാരാണ് ആ CH കാലുവരി താഴെ ഇട്ട്. പുള്ളി മാത്രമേ വേറെ ചെലവ് ഉണ്ടെങ്കിലും സമ്മതിക്കില്ല. അപ്പം CH സാഹിബ് മുഖ്യമന്ത്രി ആ ചെറിയ സമയത്തിലാണ് ഹിന്ദു സമുദായത്തിൽ പല നിയമങ്ങളും ഉണ്ടാക്കി. ഉദാഹരണം കൃഷ്ണജയന്തി അവധിയാക്കിയത്, അത് പിന്നെ ശ്രീരംപിള്ള പറയാറുണ്ടല്ലോ, അവധിയാക്കിയത് CH ഭരണകാലത്താണ്. മുസ്ലിം ലീഗിന്റെ നേതാക്കളിൽ നിന്ന് കിട്ടുന്നത് ആരെങ്കിലും മറ്റൊരു നേതാക്കളിൽ നിന്നും ഹിന്ദു സമുദായത്തിൽ ക്രിസ്ത്യൻ സമുദായം കിട്ടിയിട്ടില്ല. മുസ്ലിം കിട്ടിയാൽക്കുള്ള ആനുകൂല്യം ഒരു കിട്ടിയിട്ടുണ്ട്. പല ഉദാഹരണം പറയാം. ചില പ്രൊമോഷൻ കേസൊക്കെ ക്രിസ്ത്യൻ സമുദായത്തിൽ കുഞ്ഞാക്ക കൊടുത്തിരിക്കറിയാം, സ്വന്തം സമുദായത്തിൽ കൊടുക്കാതെ കൊടുത്തിട്ടുണ്ട് നല്ല വിളയാൻ വേണ്ടി. അല്ല, അവർ ഈ നല്ല വിള ചെയ്യാൻ വേണ്ടി വീട് പട്ടിണി അയൽവക്കത്ത് സംഭാവന കൊടുക്കുമ്പോൾ അവർ മറ്റ് സമുദായങ്ങൾക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അപ്പം അതുകൊണ്ട് വേറെ ദൂഷ്യമൊന്നുമില്ല, മാത്രമല്ല മറ്റ് സമുദായങ്ങൾക്ക് നേട്ടമാണ്. ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആണ് പറഞ്ഞത് UDF നേതാക്കളെ മുഖ്യമന്ത്രിയായിട്ട് ഇദ്ദേഹത്തേക്ക് നിർത്തി ജയിപ്പിച്ചെടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് പഴയതുപോലെ ഭരണം കൊണ്ടുവെക്കുക. ഇദ്ദേഹം ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ CH മുഖ്യമന്ത്രിയായിട്ട് വലിയ തടസ്സമുണ്ടായോ, ഒരു മുഖ്യസ്ഥാനം ഇരുന്ന് നിങ്ങൾ കൈകാര്യം ചെയ്യാം. അതല്ലാതെ നിങ്ങളാരെങ്കിലും മുഖ്യമന്ത്രിയാകാനുള്ള നിങ്ങൾ അമിതമായിട്ട് പ്രാമുഖ്യം കൊടുത്താൽ സത്യം ഞാൻ പറയുന്നു, ഇപ്പോഴത്തെ രീതിയിൽ അത് അപകടമാണ്. ഇതാണ് പറഞ്ഞത്. സംഭാഷണം വേഗത്തിലാക്കാൻ പറഞ്ഞ് പലരും പരാതിയുണ്ട്. വേഗത്തിലാക്കാത്ത നെറ്റ് പോകുന്നതുകൊണ്ടാണ്. ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഈ രീതിയിൽ ചിന്തിച്ചാൽ നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.